നമ്മൾ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിന് നാം കേൾക്കണം. ബാരക്കുമോർ ശ്ലോമോ അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യനാക്കി തീർക്കുമാറാകട്ടെ. Evangelion Gabisod Moranis Visio Sparso Mahenis Omeloko Sabrono Dam Savrhai Burko Nolmo വന്നവനും വരുവായിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനെ സ്തുതികളും നാം എല്ലാവരും ഏൽക്കുന്നേരെങ്കിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. Sabino Hoge Nubrona Sid Moran Balo Belsadaya Aloho Godas Pasar Bensildo Gadisto Maria Holinden Ho Kanahwa അങ്ങനെ വിശ്വസിച്ചങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഈ ഉപമ പറഞ്ഞു. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാനായിട്ട് ദേവാലയത്തിൽ കയറി. ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനും ആയിരുന്നു. ആ പരീശൻ നിന്നുകൊണ്ട് സ്വയമേവായി പ്രകാരം പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്തെന്നാൽ ഞാൻ പിടിച്ചുപറിക്കാരും ആക്രമികളും വ്യഭിചാരികളുമായ ശേഷം ആളുകളെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയുള്ളവൻ അല്ല. പിന്നെയോ ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഞാൻ ഉപവസിക്കുന്നു. സമ്പാദിച്ചിട്ടുള്ള സ്ഥലത്തിൽ നിന്നും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരൻ ദൂരെ നിന്നിട്ട് കണ്ണുകളെ ഉയർത്തുവാൻ പോലും മനസ്സാകാതെ തന്റെ നെഞ്ചത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവൻ ആ പരീശിനേക്കാളും അധികം നീതിരിക്കപ്പെട്ടവനായി തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം അവൻ സ്പർശിച്ച് അനുഗ്രഹിക്കുവാനായി ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അതുകൊണ്ട് അവരെ വിലക്കി. എന്നാൽ യേശു തമ്പുരാൻ അവരെ വിളിച്ചു, പൈതങ്ങൾ എന്റെ അടുക്കൽ വന്നുകൊള്ളട്ടെ, നിങ്ങൾ അവരെ വിരോധിക്കേണ്ട. എന്തെന്നാൽ സ്വർഗരാജ്യം ഇവരെ പോലുള്ളവർക്കാകുന്നു. പൈതലിനെ പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതാണ് അരുളി ചെയ്തു. ബാരക്കുമോർ ശൈനോ ലക്കുൽ